أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹാഖയിലെ 18 ആയത്തുകളായിരുന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് 24 കൂടിയ ആയത്തുകളാണ് ഇവിടെ ഓതി വച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. ഫഅമ്മാ മൻ ഊതിയ, അപ്പോൾ ആർക്കാണോ ലഭ്യമായത്, കിട്ടിയത്, കിതാബഹു അവൻ്റെ ഗ്രന്ഥം, ബിയമീനിഹി തൻ്റെ വലത് കയ്യിൽ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അപ്പോൾ ആരുടെ ഗ്രന്ഥമാണോ തൻ്റെ വലത് കയ്യിൽ ലഭിച്ചത്, ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ഹാഉം ഇഖ്റഊ കിതാബിയ. ഹാഉം വളരെ അടുത്തേക്ക് വരാൻ വേണ്ടി സന്തോഷത്തോടു കൂടി പറയുന്ന വാക്കാണ് ഹാഹും. ഇവിടെ വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെയാണ് അതിലർത്ഥം. ഹാഉം ഇഖ്റഊ കിതാബിയ. ഹാഉം, ഇങ്ങോട്ട് വരൂ. ഇഖ്റഊ കിതാബിയ, നിങ്ങൾ എൻ്റെ ഈ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ. ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ, അപ്പോൾ അവൻ പറയും, ഇങ്ങോട്ട് വരൂ, എൻ്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇന്നി ളനന്തു, തീർച്ചയായും ഞാൻ നേരത്തെ കരുതിയിട്ടുണ്ട്, ഓർത്തു വച്ചിട്ടുണ്ട്. അന്നി മുലാഖിൻ ഹിസാബിയ. അന്നി മുലാഖിൻ, തീർച്ചയായും ഞാൻ കണ്ടുമുട്ടുമെന്ന്. ഹിസാബിയ, എൻ്റെ ഈ വിചാരണ, എൻ്റെ ഈ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുമെന്ന് ഞാൻ നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാൻ എൻ്റെ ഈ വിചാരണ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ഞാൻ കരുതിയിട്ടുണ്ട്, ഞാൻ ഓർത്തിട്ടുണ്ട്. ഫഹുവ ഫീ ഐശത്തിർ റാളിയ. ഫഹുവ, അപ്പോൾ അവൻ, ഫീ ഐശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും, റാളിയ, തൃപ്തികരമായ. ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അപ്പോൾ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ, അവന് സ്വർഗത്തിലായിരിക്കും, തോട്ടത്തിലായിരിക്കും. ആലിയ, ഉയരങ്ങളുടെ ഉന്നതമായ. ഫഹുവ ഫീ ജന്നത്തിൻ ആലിയ, അവൻ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. ഖുതൂഫുഹ ദാനിയ. ഖുതൂഫുഹ, അതിലെ പഴങ്ങൾ, അതിലെ കായ്ക്കനികൾ. ദാനിയ, വളരെ അടുത്ത് നിൽക്കും, താഴ്ന്നു നിൽക്കും. ഖുതൂഫുഹ ദാനിയ, അതിലെ പഴങ്ങൾ, കായ്ക്കനികൾ വളരെ അടുത്ത് നിൽക്കും. കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലു, നിങ്ങൾ തിന്നോളൂ. വശ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്തോളൂ. ഹനീഅൻ, ഇഷ്ടം പോലെ. കുലു വശ്റബു ഹനീഅൻ, ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്. അസ്ലഫ, മുൻകൂട്ടി പ്രവർത്തിച്ചതുകൊണ്ട്. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്. ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഫിൽ അയ്യാമി, കാലങ്ങളിൽ അഥവാ ദിവസങ്ങളിൽ, അൽ ഖാലിയ, മുൻ കഴിഞ്ഞു പോയ നാളുകളിൽ നിങ്ങൾ
സൽക്കർമ്മങ്ങൾ ഏറെ പ്രവർത്തിച്ചതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. കുലു വഷ്റബു ഹനി ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ കാരണത്താൽ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തു കൊള്ളുക. കഴിഞ്ഞ ആയത്തുകളിൽ ലോകാവസാനം അവിടെ വിചാരണ തുടങ്ങുന്നത് യൗമൈദീൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒന്നും ഒളിച്ചു വെക്കാതെ പരസ്യമായ വിചാരണ അവിടെ നടക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആ വിചാരണയുടെ ഒരു മുഖം വിശ്വാസികളായ ആളുകൾക്ക് എങ്ങനെയാണ് ഈ വിചാരണ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഫാമാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി, അവിടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. ആ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആൾക്കാരുടെ മനസ്ഥിതി, അവരുടെ തുറന്നു പറച്ചിൽ, അവരാ കിട്ടുന്ന സമയത്ത് തന്നെ ഫയഖൂലു ഹാഹും 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 എന്നിങ്ങനെ വിളിക്കും. വരി വരി. ആരും വന്നിട്ടില്ല, അല്ലെ വന്ന് നോക്കിയിട്ടല്ല, പക്ഷേ അവൻ്റെ സന്തോഷം അവൻ പ്രകടിപ്പിക്കണം. ഹാഹും ഇഖ്റഊ കിതാബിയ, എൻ്റെ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്. ആ സന്തോഷം കൊണ്ട്, കാരണം ഒന്നാമത്തെ ടെസ്റ്റിൽ വിജയം വരിച്ചു കഴിഞ്ഞു. തൻ്റെ കയ്യിൽ വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ തോൽവിയല്ല, അയാൾ എന്തായാലും പാസ്സാവും. അപ്പോൾ ആ സന്തോഷത്തിൽ അയാൾ പറയണം, എൻ്റെ വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നതോടുകൂടി തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ സൽപ്രവൃത്തികളും അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും അതിൻ്റെ ഫലമാണല്ലോ ഇത് എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ ആനന്ദ പുളകിതനായി തീരുകയും ചെയ്യണം. ഫയഖൂലു ഹാഹും ഇഖ്റഊ കിതാബിയ, ഒന്ന് വന്ന് എൻ്റെ പുസ്തകം വായിച്ചു നോക്ക്, എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്ക്. ഇന്നി ളനൻതു അന്നീ മുലാഖിൻ ഹിസാബി, ഈ വിചാരണ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. ഭൂമി ലോകത്ത് ഞാൻ പ്രവർത്തിച്ചതൊക്കെ ഈ വിചാരണ നേരിടേണ്ടി വരും. വലത്തേ ഇടത്തതോ ഏതെങ്കിലും കയ്യിൽ ഗ്രന്ഥം കിട്ടും, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടണം. അതിന് എന്നെ പ്രാപ്തനാക്കാനുള്ള പണിയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇനി ളനൻതു അന്നീ മുലാഖിൻ ഹിസാബിയ, ഈ വിചാരണ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. മാത്രമല്ല ആ സമയത്ത് ആ വിചാരണ നേരിടുന്നതോടുകൂടി ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, സംതൃപ്തമായ ജീവിതത്തിലേക്ക് അയാൾ കിടക്കുകയാണ്, സ്വർഗത്തിലേക്ക് കിടക്കുകയാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലേക്കാണ് ഇനി അയാൾ കയറാൻ പോകുന്നത്. അവിടുത്തെ അവസ്ഥ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടി പറയണം, ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴങ്ങൾ, കായ്കനികളൊക്കെ വളരെ വളരെ അടുത്ത് നിൽക്കും, താഴ്ന്നു നിൽക്കും. കയറി പറിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ കല്ലെടുത്ത് എറിയേണ്ടതില്ല, ഒന്നുമില്ല. ഏതാ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് അയാളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, താഴ്ന്നു വരും. എന്നിട്ട് കായ്കനികൾ വളരെ അടുത്തേക്ക് വരും. എന്നിട്ട് അയാളോട് പറയാണ്, കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഒട്ടേറെ പ്രവർത്തിച്ചതല്ലേ, ത്യാഗപരിശ്രമങ്ങൾ നടത്തിയതല്ലേ, പ്രയാസങ്ങൾ നേരിട്ടതല്ലേ, പലരുടെയും തെറിവാക്കുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസമുള്ള വാക്കുകളുമൊക്കെ കേട്ടതല്ലേ. അതുകൊണ്ട് കുലു വഷ്റബു ഹനീഅൻ, ഇഷ്ടം പോലെ തിന്നോളൂ, കുടിച്ചോളൂ, ലിമിറ്റൊന്നുമില്ല, ഇഷ്ടം പോലെ തിന്നോളൂ, കുടിച്ചോളൂ. കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിന് ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം എന്നോണം ഇഷ്ടംപോലെ തിന്നോളൂ, കുടിച്ചോളൂ. ഇവിടെ യാതൊരു കണക്കുമില്ല, ഒരാൾക്ക് ഇത്ര എന്ന കണക്കൊന്നുമില്ല, റേഷനില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് വിശ്വാസികളായ ആളുകളുടെ തേട്ടം. അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നത്. പാറ്റൺ ടാങ്കുകളിൽ നിന്ന് തുരുതുരാ ബോംബുകൾ വർഷിക്കുമ്പോൾ, വെടിയുണ്ടകൾ ഏൽക്കുമ്പോൾ ചെറിയ പിഞ്ച് പൈതങ്ങൾ പോലും ആനന്ദിക്കുന്നതും, എനിക്കൊരു രക്തസാക്ഷിയുടെ പിതാവാൻ സാധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷം കണ്ടെത്തുന്നതുമൊക്കെ ഇതേ കാരണത്താലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ നമുക്ക് പുറത്തു വരികയും ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.